പോലീസ് സ്റ്റേഷനിലെ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലീസ് ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യുന്ന ഒരു പോലീസ് നയമായിരിക്കും പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരവനിൽ കയറി പരിശോധിക്കില്ല എന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയിട്ടല്ല പോലീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഡാർക്ക് വെബിന്റെ മറവിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടരാൻ സൈബർ സെല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരു തന്ത്രപരമായ മുന്നറിയിപ്പാണ്. ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇന്നോടുകൂടി ഈ കച്ചവടം അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിലും DJ പാർട്ടികളിലും മയക്കുമരുന്ന് ഉപയോഗം നിർത്തണം. ആ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്ന് വിതരണമോ ഉപയോഗമോ അല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഇല്ലെങ്കിൽ അവിടെയും നിയമത്തിന്റെ കരങ്ങൾ പിന്തുടരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനെ തകർക്കാനുള്ള വിപുലമായ പദ്ധതി കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ വിമലാദിത്യ IPSന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ കേരളത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ ഉപയോഗിക്കുന്നവരെയും അരിച്ചു വെറുക്കി അവരെ കൊണ്ട് ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും കേരള പോലീസ് ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.